ഇന്ത്യയെ തകർക്കാൻ പശ്ചിമേഷ്യയിൽ ഒരു വൻ ചതിക്കുഴി തുടങ്ങിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധത്തിന്റെ നിഴൽ വീണപ്പോൾ ഇന്ത്യയിലേക്കുള്ള കറുത്ത സ്വർണത്തിന്റെ, അതായത് നമ്മൾ ശ്വസിക്കുന്ന ഇന്ധനത്തിന്റെ വഴികൾ അടഞ്ഞു. ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $150 കുതിച്ചുയരുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പ്രവചിച്ചു. ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് കരുതി ഇനി ഇന്ത്യ വീഴുന്ന. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ശത്രുക്കൾ ഇന്ത്യയുടെ തകർച്ച ആഘോഷിക്കാൻ കാത്തിരുന്നു. പക്ഷെ അവിടെയാണ് ലോകത്തെ ഞെട്ടിച്ച ആ മഹാത്ഭുതം സംഭവിച്ചത്. ഇന്ത്യയെ വീഴ്ത്താൻ നോക്കിയവർക്ക് അപ്രതീക്ഷിത പ്രഹരം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും ഒരു വമ്പൻ വാർത്ത വരുന്നു. ശത്രുക്കളുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തകിടം മറിച്ചുകൊണ്ട് ഇന്ത്യയുടെ രക്ഷകനായി ഇറാഖ് ഒരു രഹസ്യ നീക്കം നടത്തി കഴിഞ്ഞു. അതും ഇന്ത്യക്ക് പൂർണ്ണ ഊർജ്ജ സുരക്ഷയേകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ? ഇന്ത്യ എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര ഊർജ്ജ യുദ്ധത്തിൽ വൻ വിജയം നേടാൻ പോകുന്നത്? കൃത്യമായ ഡാറ്റകൾ സഹിതം ഈ കംപ്ലീറ്റ് മാസ്റ്റർ ക്ലാസ് അനാലിസിസ് നിങ്ങൾ നിർബന്ധമായും കാണുക. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഭാരതത്തിന്റെ വലിപ്പവും അതിന്റെ ആവശ്യങ്ങളും മനസ്സിലാക്കണം. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ ഈ അശ്വമേധത്തിന് ഇന്ധനമേകാൻ നമുക്ക് പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ വേണം. എന്നാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണയുടെ 80 മുതൽ 85% നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടെ എണ്ണ വാങ്ങുന്നത് ഇറാഖിൽ നിന്നാണ്. 3ാം സ്ഥാനത്ത് സൗദി അറേബ്യ ഉണ്ട്. പക്ഷേ ഇവിടെയാണ് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വില്ലൻ കടന്നു വരുന്നത്. ഹോർമൂസ് കടലെടുക്ക് ഒമാനും ഇറാനും ഇടയിലുള്ള വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ കടൽപാത. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കപ്പലുകൾ വരണമെങ്കിൽ ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെ സഞ്ചരിച്ചേ മതിയാവൂ. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഒരൊറ്റ വഴിയിലൂടെയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാനമായ അന്തരീക്ഷവും ഇസ്രയേൽ, ഫലസ്തീൻ, ഇറാൻ സംഘർഷങ്ങളും കാരണം ഈ പാത അതീവ അപകടകരമായി മാറി. കടൽ കൊള്ളക്കാരും വിവിധ വിപ്ലവ സംഘടനകളും എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി. ഇൻഷുറൻസ് കമ്പനികൾ ഈ വഴി വരുന്ന കപ്പലുകളുടെ ചാർജ് 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പല കപ്പലുകളും വരാൻ പഠിച്ചു. അതോടെ ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നുള്ള എണ്ണ വരവ് കുത്തനെ അങ്ങ് കുറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കേവലം ഒരു എണ്ണക്ഷാമം മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി, ഇന്ത്യയുടെ ഇന്ധന വിതരണം പ്രതിസന്ധിയിൽ വൻ സാമ്പത്തിക തകർച്ചയിലേക്ക്. നമ്മൾ പതറിയില്ല. താൽക്കാലികമായി നമ്മൾ വെനസ്വേലയിലേക്കും നൈജീരിയയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കൈനീട്ടി. പക്ഷേ ദൂരക്കൂടുതൽ കാരണം ഭീമമായ യാത്രാ ചെലവും സമയനഷ്ടവുമാണ് ഇന്ത്യക്ക് വന്നിരുന്നത്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ചോർത്താനും ബജറ്റ് താളം തെറ്റിക്കാനും ശത്രുക്കൾ കരുതിക്കൂട്ടി ചെയ്ത നീക്കങ്ങൾ ഫലം കാണുമെന്ന ഘട്ടത്തിലാണ് കളി തിരിഞ്ഞത്. നമുക്കറിയാം, യുദ്ധം പാടെ തകർത്ത ഒരു രാജ്യമാണ് ഇറാഖ്. വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര കലഹങ്ങളും വിദേശ അധിനിവേശങ്ങളും കാരണം ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥ ICUലായിരുന്നു. ആ രാജ്യത്തിന്റെ ആകെ GDPയുടെ 53% വരുന്നത് ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിന്നാണ്. അതായത് എണ്ണ വിറ്റിട്ടില്ലെങ്കിൽ ഇറാഖ് എന്ന രാജ്യം പട്ടിണിയിലാകും. അവിടെ വീണ്ടും ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. മുൻപ് പ്രതിമാസം 93 ദശലക്ഷം ബാരൽ എണ്ണ വരെ കയറ്റുമതി ചെയ്തിരുന്ന ഇറാഖിന് പുതിയ യുദ്ധ പ്രതിസന്ധികളും ഹോർമൂസ് പാതയിലെ തടസ്സങ്ങളും കാരണം അത് വെറും 10 ദശലക്ഷം ബാരലിലേക്ക് ചുരുക്കേണ്ടി വന്നു. ഇറാഖിന്റെ ഖജനാവ് ശൂന്യമായി. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ആകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. തങ്ങളുടെ ബജറ്റ് പദ്ധതികളെല്ലാം നിലം പൊത്തുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇറാഖ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിലയിരുത്തി. ഇന്ത്യയെ പോലെയൊരു വിശ്വസ്തനും ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപഭോക്താവുമായ ഒരു പങ്കാളിയെ നഷ്ടപ്പെടുത്താൻ ഇറാഖിന് കഴിയില്ലായിരുന്നു. ഇന്ത്യ വിട്ടുപോയ ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരും. അങ്ങനെയാണ് ഇറാഖ് ക്യാബിനറ്റ് ആ ചരിത്രപരമായ തന്ത്രപരമായ തീരുമാനമെടുത്തത്. ഹോർമൂസ് കടലെടുക്ക് എന്ന ചതിക്കുഴിയെ പൂർണ്ണമായും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ എണ്ണ ഇടനാഴി സൃഷ്ടിക്കുക. പക്ഷെ അത് എളുപ്പമായിരുന്നില്ല. ഇറാഖിന്റെ വടക്കൻ മേഖലയായ കുർദിസ്ഥാൻ പ്രവിശ്യയിലൂടെ വേണമായിരുന്നു ഈ പുതിയ വഴി വെട്ടാൻ. വർഷങ്ങളായി ബാഗ്ദാദിലെ ഇറാഖ് സർക്കാരും കുർദിസ്ഥാനിലെ കുർദ് വംശജരും തമ്മിൽ കടുത്ത ആഭ്യന്തര തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് എണ്ണ എത്തിക്കുക, സ്വന്തം രാജ്യം രക്ഷിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ ഇറാഖ് സർക്കാർ കുർദുകളുമായുള്ള എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ചർച്ചയിലൂടെ പരിഹരിച്ചു. ശത്രുക്കൾ ഭിന്നിപ്പിച്ചു നിർത്താൻ നോക്കിയിടത്താണ് ഇന്ത്യയുടെ പരോക്ഷമായ വിപണി സ്വാധീനം കാരണം ഇറാഖ് ആഭ്യന്തരമായി ഒന്നായത്. ഇനി നമുക്ക് ഇതിന്റെ സാങ്കേതിക വശങ്ങളിലേക്കും നമ്മളെ ഞെട്ടിക്കുന്ന കൃത്യമായ ഡാറ്റകളിലേക്കും കടക്കാം. ഇവിടെയാണ് ഇറാഖിന്റെ യഥാർത്ഥ ബുദ്ധി തെളിയുന്നത്.
ഇറാഖ് കേവലം ഒരു ചെറിയ ബദൽ മാർഗം കണ്ടെത്തുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇന്ത്യയുടെ വരും ദിവസങ്ങളിലെ വൻ ആവശ്യങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു ഭീമൻ പൈപ്പ് ലൈൻ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കുർദിസ്ഥാനിൽ നിന്നും തുർക്കിയിലെ പ്രശസ്തമായ ജയ്ഹാൻ തുറമുഖത്തിലേക്ക് നിലവിൽ ഒരു പൈപ്പ് ലൈൻ സംവിധാനമുണ്ട്. എന്നാൽ കുർദ് തർക്കങ്ങൾ കാരണം ഇത് അടഞ്ഞു കിടക്കുകയോ വളരെ കുറഞ്ഞ ശേഷിയിൽ മാത്രം പ്രവർത്തിക്കുകയോ ആയിരുന്നു. ഇതിലൂടെ പ്രതിദിനം 2.5 ലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാഖ് മന്ത്രിസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകിയ പുതിയ പദ്ധതി പ്രകാരം ഈ പൈപ്പ് ലൈനിന്റെ ശേഷി ഭീമമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. പഴയ കയറ്റുമതി ശേഷി പ്രതിദിനം 2,20,000 ബാരൽ, പുതിയ കയറ്റുമതി ശേഷി പ്രതിദിനം 7,70,000 ബാരൽ. അതായത് പഴയതിനേക്കാൾ 5 ലക്ഷം ബാരൽ അധികമായി ഏകദേശം 4 ഇരട്ടികളാണ് വർധനവ്. അങ്ങനെ ഇറാഖിന്റെ മണ്ണിൽ നിന്നും പൈപ്പ് ലൈൻ വഴി അതിവേഗം എണ്ണ തുർക്കിയിലെ ജയ്ഹാൻ തുറമുഖത്തെത്തും. ജയ്ഹാൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ്. അതായത് ഹോർമുസ് കടലെടുക്കുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇവിടെ എത്തുന്ന ഈ ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അവിടെ നിന്നും കൂറ്റൻ അന്താരാഷ്ട്ര കപ്പലുകൾ വഴി അതിസുരക്ഷിതമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നമ്മുടെ തീരങ്ങളിലേക്ക് പുറപ്പെടും. ഹോർമുസ് കടലിടുക്കിലെ ഒരു വില്ലനും ഒരു തീവ്രവാദ സംഘടനയ്ക്കും ഇനി ഇന്ത്യയിലേക്കുള്ള ഇറാഖിന്റെ എണ്ണക്കപ്പലുകളെ തൊടാൻ പോലും ആവില്ല. ഈ വമ്പൻ ഡാറ്റ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിലെ കുത്തകകൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഈ പുതിയ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഏറ്റവും വലിയ ആശ്വാസവും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇതൊരു വൻ വിജയമാകുന്നു എന്ന് ഒന്ന് ഘട്ടം ഘട്ടമായി തന്നെ ഞാൻ വിശകലനം ചെയ്ത് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഭീമമായ വിലക്കുറവ്. ഹോർമൂസ് പ്രതിസന്ധി വന്നപ്പോൾ ദൂരെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ കൊണ്ടുവരുമ്പോൾ നമുക്ക് നൽകേണ്ടി വന്നിരുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇൻഷുറൻസ് തുകയുമാണ്. എന്നാൽ പുതിയ തുർക്കി പാത വഴി ഇറാഖ് എണ്ണ നൽകുമ്പോൾ യാത്രാ ദൂരവും സമയവും ഗണ്യമായി കുറയും. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വൻതോതിൽ കുറയ്ക്കും. രണ്ടാമതായി തടസ്സമില്ലാത്ത വിതരണം. പശ്ചിമേഷ്യയിൽ നാളെ ഒരു വൻ യുദ്ധം ഉണ്ടായാലും മിഡിൽ ഈസ്റ്റ് മുഴുവൻ കത്തിയാലും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം മുടങ്ങില്ല. വ്യവസായശാലകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കും. ഇന്ത്യയുടെ തന്ത്രപരമായ എണ്ണ ശേഖരം എപ്പോഴും സജീവമായിരിക്കും. മൂന്നാമതായിട്ട് ആഭ്യന്തര വിപണിയിലെ സ്ഥിരതയാണ്. എണ്ണവില നിയന്ത്രണത്തിലാകുന്നതോടെ രാജ്യത്തെ വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. രൂപയുടെ മൂല്യം രാജ്യാന്തര വിപണിയിൽ ഇടിയാതെ പിടിച്ചു നിർത്താൻ ഇത് റിസർവ് ബാങ്കിന് സഹായിക്കും. ചുരുക്കി പറഞ്ഞ ഇന്ത്യയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ആഗോളതലത്തിൽ ശത്രുക്കൾ മെനഞ്ഞൊരു വലിയ ചതുരംഗ കളിയിലാണ് ഇന്ത്യ ഇപ്പോൾ ഇറാഖിനെ മുൻനിർത്തി ചെക്ക്മേറ്റ് അടിച്ചിരിക്കുന്നത് എന്ന് സാരം. അപ്പോൾ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടെങ്കിൽ എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.